നിങ്ങളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് അന്വേഷിക്കാൻ ഒരു നോട്ടീസ് അയക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമമാണ്. ആ നടപടിക്രമം പോലും പാലിക്കാതെ, എന്നെ അറിയിക്കാതെ, എനിക്കൊരു വക്കീലിനെ സ്വന്തമായിട്ട് വെക്കാനുള്ള അവസരം പോലും നൽകാതെ, ഏകപക്ഷീയമായി നിയമിച്ചു എന്ന് പറയപ്പെടുന്ന എന്റെ ബന്ധുവിനൊരു നോട്ടീസ് അയക്കാതെ, അയാൾ അതിന് യോഗ്യനാണോ അല്ലയോ എന്ന് പരിഗണിക്കാതെ എനിക്കെതിരായി വിധി പ്രസ്താവിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ്, സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. അത് പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ കേൾക്കാൻ തയ്യാറായില്ല. മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളും ഒരുപാട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ കൊടുത്തു. എന്നാൽ അത് അസത്യമാണെന്ന് ബോധ്യമായപ്പോൾ അങ്ങനെ ഒന്നും അല്ലായിരുന്നു എന്ന ഒരു വാക്ക് പറയാൻ വേണ്ടി തയ്യാറായില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്. സാമ്പത്തിക രംഗത്ത് 101% സത്യസന്ധത പുലർത്തണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇത്രമാത്രം സമൂഹമധ്യത്തിൽ താറടിക്കപ്പെട്ടിട്ട് അത് ശരിയായിരുന്നില്ല എന്ന നിലയിൽ നിങ്ങൾ എനിക്ക് എതിരായി കൊടുത്ത വാർത്തയുടെ ഗൗരവത്തിന്റെ ചെറിയൊരു ശതമാനം പോലും അതെല്ലാം തെറ്റായിരുന്നു എന്ന് പറയാൻ തുനിഞ്ഞില്ല. അതൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നിലുണ്ടാക്കിയ പ്രയാസം ഞാൻ നിങ്ങളെ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ശ്രീ പി വി അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു, അദ്ദേഹം മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു എന്നെല്ലാമുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു രാഷ്ട്രീയ നിലപാട് മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത്, മുസ്ലിം ലീഗിൽ ആയിരുന്ന ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ്. ലോകായുക്ത സിറിയക് ജോസഫ് ചെയ്തതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം അന്ന് എന്നോട് ചെയ്തത്. എനിക്കൊരു നോട്ടീസ് അയക്കുകയോ എന്നോട് വിശദീകരണം ആവശ്യപ്പെടുകയോ എന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തൃപ്തികരമല്ലാത്തതുകൊണ്ട് പുറത്താക്കുകയോ ഒന്നുമായിരുന്നില്ല. ഏകപക്ഷീയമായി നടപടികൾ എടുക്കുകയാണുണ്ടായത്. അങ്ങനെയാണ് ഒരിക്കലും പോരണം അല്ലെങ്കിൽ പോകണമെന്ന് ഉദ്ദേശമില്ലാത്ത ഒരു പാർട്ടിയിൽ നിന്ന് നിഷ്കരണം എന്നെ പുറത്താക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇടതുപക്ഷവുമായി സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോഴും അധികാരമോഹം കൊണ്ടല്ല കുറ്റിപ്പുറത്ത് മത്സരിച്ചത്. കുറ്റിപ്പുറത്ത് ആരെങ്കിലും അധികാരമോഹം കൊണ്ട് മത്സരിക്കും? നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലായിക്കൂടെ. കുറ്റിപ്പുറം നിയോജക മണ്ഡലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്. ഇവിടെ ലീഗിന് കിട്ടുന്ന ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിൽ കിട്ടാറില്ല. അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിച്ചത്. ജനങ്ങൾ സർവാത്മന പിന്തുണച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ കൈമൈ മറന്ന് പ്രവർത്തിച്ചു. ഞാൻ ജയിച്ചപ്പോഴാണ് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അധികാരമോഹം കൊണ്ട് ഒരാളും കുറ്റിപ്പുറം പോലുള്ളൊരു മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് തോന്നുന്നില്ല. പി വി അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു, അതിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്നും പലരും ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും പി വി അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും. CPIM-ന്റെ സഹയാത്രികനായി മുന്നോട്ടു പോകും. രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ മാറ്റണമെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം. അത്തരമൊരു കാരണം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. നമ്മളുടെ രാജ്യത്ത് BJP വളരെ ശക്തിപ്പെട്ടു വരികയാണ്. BJPക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ.
ആ പിണറായി വിജയനെ സംഘിയാക്കുവാൻ വേണ്ടി എല്ലാ മതവിഭാഗങ്ങളിലെയും തീവ്ര സ്വഭാവമുള്ളവർ ഇന്ന് ഒരുമിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരുമിച്ച് പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ, ഇടതുപക്ഷത്തെ BJP ഏജന്റുമാരാക്കിയാൽ അല്ലെങ്കിൽ BJP അനുകൂലികളാക്കി സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ ആരെയാണ് ഇവര് ഫാഷിസ്റ്റ് വിരുദ്ധർ എന്നുള്ള ലേബലിൽ നിർത്തുക? വേറെ ഏത് പാർട്ടിയെ, ഏത് നേതാവിനെയാണ് നിർത്താൻ വേണ്ടി കഴിയുക? മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ മുന്നണിയും CPIM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തിട്ടുള്ള നിലപാടും സമീപനവും എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ മനോഭാവ മാധ്യമങ്ങളെ കാണുകയായി